ഇന്ന് നമുക്കൊരു കിടിലൻ സ്വീറ്റ്സ് ഉണ്ടാക്കിയാലോ. ആവിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 1 കപ്പ് പാലും 1 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാല് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് ചൂടായി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി പാലൊന്ന് തിളച്ച് വരണം. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വറുത്ത അരിപ്പൊടിയാണെങ്കിലും വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും ഒന്നും പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ 1 കപ്പ് പാലിന് 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ നല്ലൊരു ഫ്ലേവറാണ് 1 ടീസ്പൂൺ നെയ്യൊക്കെ ചേർത്താൽ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാകുമ്പോൾ പിന്നെ നമ്മളത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ആദ്യം ബോളിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൾസിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബോൾസ് ആക്കിയതിന് ശേഷം പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടി മാത്രമേ ഈ ഷേപ്പിലാക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ സ്ക്രാച്ചൊന്നും ഇല്ലാതെ വേണം കേട്ടോ നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആവിയിലാണ് വേവിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ള ഈ പാത്രം ഉണ്ടല്ലോ, അതിൽ ഓയിൽ തടവിയതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്കൊക്കെ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. ഇനി നമ്മളൊരു 10 മിനിറ്റ് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ആവി കൊള്ളിച്ചാൽ മതി കേട്ടോ. പിന്നെ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ 10 മിനിറ്റിന് ശേഷമാണ് ഇത് തുറക്കുന്നത്. ഇതിപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതിപ്പോൾ കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ കഴിക്കുമ്പോൾ ഒരു തേങ്ങയുടെ ഫ്ലേവറും കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആവിയിൽ വേവിച്ച സ്നാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ നല്ല മധുരമുള്ളൊരു സ്നാക്ക് തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനിയിപ്പോൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ പേജ് ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്